അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തുണ്ടാക്കുന്നത് പറഞ്ഞാൽ ചിക്കൻ തന്തൂരി. അതിന് വേണ്ടി ഞാൻ 1.5 കിലോ ഇടി കോഴി എടുത്തിന്. അതിൽക്കൊരു ടോപ്പിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനീഗർ ഉപ്പിട്ടിട്ട് കോഴിനെ ഞാൻ 1 മണിക്കൂർ വെച്ചിന്. 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നോക്കും കോഴിൻ്റെ ഇതെല്ലാം കളർ തന്നെ മാറിയത്. പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് കുറച്ച് അതിനെ തോർത്തിട്ട് എടുത്തിന്. അതിന് മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിന്. അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിന്. പിന്നെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങാൻ്റെ ജ്യൂസ് എടുത്തിന്, പിന്നെ കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, പിന്നെ തൈര് എടുത്തിന് 250 ഗ്രാംസ്. ഇതിനിടണം ഇതിലേക്ക് 4 സ്പൂണ് ചില്ലി പൗഡർ, 1.5 സ്പൂണ് ജീരകപ്പൊടി, ആംചൂർ മസാല കിട്ടുന്നത്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചാട് മസാല, പിന്നെ ഇത് തന്തൂരി ചിക്കൻ മസാല ഉണ്ട്, അത് ഇടണം. ഓറഞ്ച് ഫുഡ് കളർ ഇടണം. ഇത്ര ഇട്ടിട്ട് ഇതിനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇതിനിട്ടിട്ട് മിക്സ് ആക്കിയ പിന്നെ നോക്കി ഇതേമാതിരി ഇതിനെ നല്ല കയ്യിൽ ഇളക്കിയിട്ട് കൊടുക്കണം. നല്ല മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അത് കൊടുത്തേ പിന്നെ 1 കപ്പില്ലേ ഇതിടണം. എണ്ണ ഒഴിക്കണം. എനിക്ക് മറന്നിന്, ഞാൻ കുറച്ച് ബയ്യ ഒഴിച്ചത്. എണ്ണ ഒഴിച്ച് നല്ല മിക്സ് ആക്കിയ പിന്നെ കോയിനെ ഇതേമാതിരി ഉള്ളേക്ക് മുറിച്ചിട്ട് എടുത്തിനല്ലോ കോയിനെ 4 ഭാഗത്തിൽ. അതിൻ്റെ ഉള്ളിലേക്കല്ല ഈ മസാലനെ കയറ്റിയിട്ടിടണം. ഇതേമാതിരി ഉള്ളിലേക്കാക്കിയിട്ട് മസാല പിടിക്കുവാൻ മുമ്പ് ഇടേണ്ടത് ഞാൻ മറന്നിട്ട് ബയ്യ ഇട്ടത്. എണ്ണ ഇട്ടേ പിന്നെ ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് കോയിനെ 4 മണിക്കൂർ വെക്കണം. ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പുറത്തിങ്ങനെ മുകളിലേക്ക് ഇതേമാതിരി മൂടി കൊടുത്തിട്ടില്ലേ, മുകളിലേക്ക് മൂടി കൊടുത്തിട്ട് ഇതേമാതിരി 4 മണിക്കൂർ വെക്കണം. പിന്നെ ഈ 4 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ അടിക്കില്ലേ അലുമിനിയം ഫോയിലില്ലേ അതിനെ വെക്കണം. അത് കോയിൻ്റെ വെള്ളമെല്ലാം പിന്നെ ഇരിക്കാവും, പാത്രത്തിൽക്കാവാതിരിക്കാൻ. പിന്നെ അതിനെ നമ്മൾ യൂസ് ആക്കാമല്ലോ. പിന്നെ ഇതിനെ ഇതേമാതിരി കുറച്ച് എണ്ണ തെറിപ്പിച്ചിട്ടില്ലേ ഈ കോയിനെ ഇതേമാതിരി ഉണ്ടാക്കി നന്നായി എണ്ണ ഇടണമെന്നേ ഇല്ല. നമ്മൾ തീയിലെല്ലാം ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഇത്. ഈ കോയിൻ്റെ 2 കാലിനെ കെട്ടിയിട്ട് കൊടുത്തിന് നൂലിൽ. അതേമാതിരി കെട്ടിയിട്ട് കൊടുക്കണം, അങ്ങെങ്ങും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേമാതിരി വെച്ചിട്ടില്ല 30 മിനിറ്റ് അരമണിക്കൂർ വെക്കണം. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ മറിച്ചിട്ടിട്ട് കൊടുക്കണം. ഇതിലുണ്ടാക്കിയെങ്കിൽ ഇതിൽക്ക് എണ്ണ വേണമെന്നേ ഇല്ല. നമ്മൾ അടുപ്പിലുണ്ടാക്കിയ ടേസ്റ്റ് ചുല്ലയിലാക്കുന്നില്ലേ നമ്മൾ ചികിടിയിൽ, അതേ അതിൻ്റെ ടേസ്റ്റ് നോക്കൂ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ നല്ല കാഞ്ഞ് കിട്ടീന്. പിന്നെ അതിനെ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്തതിനെ കുറച്ച് ഇതേമാതിരി എണ്ണ തെറിപ്പിച്ചിട്ടില്ലേ നോക്കുന്നത് അടിഭാഗം കുറച്ച് വേവും ബാക്കിയുണ്ട്. ഇതേമാതിരി എണ്ണ തെറിപ്പിച്ചിട്ട് പിന്നെ ബയ്യോട്ട് അതിനെ വെക്കണം. നമ്മൾ ഇപ്പോൾ 2 സൈഡും കാഞ്ഞ് കിട്ടീന്. പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാനുള്ളത്. ഇതിൽക്ക് നല്ല ബദാമിൻ്റെ ചട്നി അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കും. പിന്നെ 2 ഉള്ളിനില്ലേ കായ്ച്ചിട്ട് എടുക്കണമെന്ന് വെച്ചാൽ പിരിസ്തല്ല ഇതേമാതിരി കാഞ്ഞിട്ട് എടുത്തേ പിന്നെ 1/2 സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അത് ഇട്ടേ പിന്നെ ജീരകപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ബദാം പൊടിച്ചിട്ട് വെച്ചതുണ്ടാകും, ബദാം പൊടിച്ചതും ഇട്ടിട്ട് മിക്സ് ആക്കി വെക്കണം. അതായത് പിന്നെ ഈ കോഴി വറുത്തിയ മസാലയില്ല ഞാൻ കുറച്ച് ബാക്കി അതിനിൽക്കിട്ട് പിന്നെ ഉപ്പും കുറച്ച് മസ്കട്ട് ബട്ടർ ഞാൻ ഇതേമാതിരി കക്കിരി, ഗാജർ, ഉള്ളി, തമ്പട്ടർ, പിന്നെ മുട്ട എടുത്തിന് 3 എണ്ണം. അതിനെ മുറുക്കിയിട്ട് റൗണ്ടില്ല അതിനെ വെച്ചങ്ങായി റെഡിയായി. ഇതിനെ ഞാൻ തന്തൂരി റൊട്ടി റെഡിമെയ്ഡ് കൊണ്ടുവന്നതിനാ. പിന്നെ മൈനീസും കുറച്ച് ദയ്യും ഉപ്പും പച്ചമുളകും കൊത്തമീറി ഇട്ടിട്ട് അരച്ചിട്ട് കൊടുക്കണം. അത് നല്ലതാണ് അതിൻ്റെ കൊത്തേം തിന്നാൻ ടേസ്റ്റ്. ഒരു കല്ലില്ലേ വെളുത്തുള്ളി ഇടണം, അതിനിട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. അതിൻ്റെ കൊത്തേം തിന്നാം. ആരെങ്കിലും പുതിയതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. നല്ല ടേസ്റ്റ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നോക്കി. പിന്നെ മുകളിലേക്ക് ഇതേ ചട്നി ഞാൻ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തത്.